നമസ്കാരം ഫുട്ബോൾ പേരിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അങ്ങനെ ബാക്ക് ടു ബാക്ക് ഹോം മാച്ചസ് വിൻ കുറേ നാളുകൾക്ക് ശേഷം നടത്തിയിരിക്കുകയാണ്. ഇതിന്റെ ഇടയ്ക്ക് ഡെർബി തോറ്റു, പക്ഷേ അത് എവേ ഫിക്സർ ആയിരുന്നു. ബേൺലീനെ തോപ്പിച്ച് ഹോമിൽ ആൻഡ് സീസണിലെ രണ്ടാമത്തെ വിന്ന് ചെൽസിക്ക് അഗേൻസ്റ്റ് ഹോമിൽ നേടിയിരിക്കുകയാണ്. ബ്രൂണോയുടെയും കസമീറോയുടെയും ഗോളുകളാണ് 2-1 വിക്ടറി നേടിക്കൊടുത്തത് ആർക്ക്? മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്. ഈ മാച്ചിലോട്ട് വരുമ്പോഴേക്കും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇപ്പോൾ ലൈനപ്പ് നിങ്ങൾക്ക് കാണാം. വീണ്ടും ബ്രൂണോ ഫെർണാണ്ടസ് കസമീറോ ഡബിൾ പേര് വെച്ചാണ് പോയത്. ഉഗാർട്ടയ്ക്ക് പകരം കസമീറോ വന്നു. പക്ഷേ വീണ്ടും ടെക്നിക്കലി 2 മിഡ്ഫീൽഡേഴ്സേ ഉള്ളൂ. ലൂക്ക് ഷോ വേഴ്സസ് എസ്താവിയോ വില്ലൻ. അപ്പുറത്ത് ചെൽസിയുടെ ലൈനപ്പ് നിങ്ങൾക്ക് കാണാം. എസ്താവിയോ വില്ലനെ പെട്രോനെട്ട് 2 വിങ്ങേഴ്സിനെ ഇറക്കിയിട്ടുണ്ട്. പെട്രോനെട്ട് സ്റ്റാർട്ട് ചെയ്തതിൽ ഞാൻ കുറച്ച് സർപ്രൈസ് ആണ്. കാരണം പുള്ളി ബയൺ മ്യൂണിക് മാച്ചിൽ കുറച്ച് ഫറ്റീഗായിട്ട് തോന്നിയിരുന്നു. പക്ഷേ എന്നാലും സ്റ്റാർട്ട് കൊടുത്തു. എസ്താവിയോ വേഴ്സസ് ലൂക്ക് ഷോ എങ്ങനെ പോകുന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷേ ഉള്ള പറയാലോ, മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ആ റെഡ് കാർഡ് സംഭവങ്ങൾ കുറച്ച് കംഫർട്ടബിൾ ആക്കി കൊടുത്തു. ആൻഡ് ആ റെഡ് കാർഡ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തത് തന്നെയാണ്. നമ്മൾ മാൻ യുണൈറ്റഡിന് അതിന് ക്രെഡിറ്റ് കൊടുത്തേ പറ്റും. കാരണം ആദ്യത്തെ മിനിറ്റുകൾ തൊട്ട് ഫസ്റ്റ് വിസിൽ അടിച്ചപ്പോൾ തൊട്ടേ മാൻ യുണൈറ്റഡിൻ്റെ പ്രസ്സിംഗ് ഇൻറ്റൻസിറ്റി സൂപ്പർ. അത് ഈവൻ സിറ്റി മാച്ചിൽ നമ്മൾ കണ്ടാണ്. ആദ്യത്തെ ഒരു 10-15 മിനിറ്റ് യുണൈറ്റഡിൻ്റെ പ്രസ്സിംഗ് ഇൻറ്റൻസിറ്റി ടോപ്പ് നോച്ചാണ്. ആ പ്രസ്സിംഗ് ഇൻറ്റൻസിറ്റി നമ്മൾ കാണുകയും ചെയ്തു. ഓക്കെ, ആ ഒരു മത്സരത്തിൽ, ഇന്നലത്തെ ഒരു മത്സരത്തിൽ നമ്മൾ നോക്കുമ്പോഴേക്കും ആദ്യത്തെ 2-3 മിനിറ്റ് തന്നെ ചാൻസുകൾ യുണൈറ്റഡ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. കാരണം ചെൽസി എക്സ്ട്രാ അഗ്രസീവ് ഹൈലൈൻ തന്നെയാണ് കളിച്ചത്. സ്പേസുകൾ ഇൻ ബിഹൈൻഡ് ഉണ്ടായിരുന്നു. ഷെഷ്കോ ബോളുകൾ വിൻ ചെയ്യുന്നു, അമാദും എംബൂമോയും ഇൻ ബിഹൈൻഡ് റൺസ് നടത്തുന്നു. ഒരു റെഡ് കാർഡ് സിറ്റുവേഷൻ വന്നു. അങ്ങനെയാണ് സാഞ്ചസ് കഴിഞ്ഞ 2 മാച്ചുകൾ നന്നായിട്ട് കളിക്കുന്നുണ്ട്. ബ്രെൻഫോർഡ് മാച്ചിലൊക്കെ ആണെങ്കിലും ബയൺ മ്യൂണിക് മാച്ചിലൊക്കെ ആണെങ്കിലും പുള്ളിയുടെ പെർഫോമൻസുകൾ സൂപ്പറായിരുന്നു. അതിനാൽ തന്നെയാണ് ചെൽസിക്ക് മേ ബി ഹ്യൂമിലിയേഷൻ അവോയ്ഡ് ചെയ്യാൻ സാധിച്ചത്. വൺ ഓഫ് ദ റീസൺ ബയൺ അഗേൻസ്റ്റ്. പിന്നെ ബ്രെൻഫോർഡിന് അഗേൻസ്റ്റ് ആണെങ്കിലും നല്ല സേവുകൾ ഉണ്ടായിരുന്നു. 2-2 ആണ് മത്സരമെങ്കിലും അത് മേ ബി ബ്രെൻഫോർഡിന് ജയിക്കാനുള്ള അവസരങ്ങളുണ്ടായിരുന്നു. ആ മാച്ചിൽ സാഞ്ചസിന് നല്ല സേവ് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലത്തെ മാച്ചിലോട്ട് വരുമ്പോഴേക്കും സാഞ്ചസ് നമ്മുടെ നേരത്തെ വേർഷൻ ഓഫ് സാഞ്ചസ്. നമ്മളാണെങ്കിൽ എന്നാ പറയുക, ഒരു മാച്ചിൽ അറ്റ്ലീസ്റ്റ് ഒരു മിസ്റ്റേക്കിലും വരുന്ന വേർഷൻ ഓഫ് സാഞ്ചസ് അല്ല. അവിടെ ആ 1-0 അവർ ലീഡ് എടുത്താലും കുഴപ്പമില്ലായിരുന്നു. 10 പേരായി കളിക്കുന്നതിൽ എന്തുകൊണ്ടും ബെറ്റർ അതാണ്. 5-ാം മിനിറ്റ് തന്നെ പുറകെ പോകുമായിരുന്നാലും കംബാക്ക് നടത്താനുള്ള പ്ലേയേഴ്സ് ചെൽസിക്കുണ്ട്. പക്ഷേ അവിടെ സാഞ്ചസ് അഗ്രസീവ്ലി കമ്മിറ്റിയാണ്. അത് ബൈന്ദർ ക്ലിയർ ചെയ്യുന്നു, ഷെഷ്കോ വിൻ ചെയ്യുന്നു, എംബൂമോ ഇൻ ബിഹൈൻഡ് റൺ നടത്തുന്നു. 1 vs 1 സിറ്റുവേഷൻ. അവിടെ എംബൂമോനെ അടിച്ചിടുവാണ് സാഞ്ചസ്. ആ റെഡ് കാർഡ്, ക്ലിയർ റെഡ് കാർഡാണ്. 10 പേരുമായിട്ട് ചെൽസി ചുരുങ്ങുകയാണ്. പക്ഷേ സർപ്രൈസ് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എൻസോ മരസ്ക 3 സബ്സ്റ്റിറ്റ്യൂഷൻസ് നടത്തി. പക്ഷെ അതിൽ 2 മെയിൻലി 2 വിങ്ങേഴ്സിനെ പുള്ളി മാറ്റി എന്തിനാന്ന് എനിക്ക് മനസ്സിലായില്ല. പുള്ളി ടോസിനെ ഇറക്കി എസ്താവിയനെ വലിച്ചു. ഓക്കെ, പക്ഷെ പിന്നീട് ആ സെയിം മിനിറ്റിൽ തന്നെ 7-ാം മിനിറ്റിൽ തന്നെ പെഡ്രോ നെറ്റോനെ വലിച്ചിട്ട് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ മറ്റൊരു ആൻഡ്രേ സാന്റോസിനെ ഇറക്കുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടു. അത് എന്തിനാ അങ്ങനത്തെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി എന്നുള്ളൊരു കാര്യം റിയലി കൺഫ്യൂസ്ഡ് ആയിരുന്നു. അതിനെക്കുറിച്ച് പുള്ളിയോട് ചോദിച്ചപ്പോൾ, അതായത് പോസ്റ്റ് മാച്ചിൽ മറസ്കയോട് ചോദിച്ചപ്പോഴേക്കും മറസ്ക പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ 5 vs 5 സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുമായിരുന്നു. അതായത് ഗെയിമിൻ്റെ സ്റ്റാർട്ടിൽ അവരുടെ 4-man ഡിഫൻസ് ആയിരുന്നു. അവർ 5 അറ്റാക്കേഴ്സിനെ വെച്ചാണല്ലോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അറ്റാക്ക് ചെയ്യുന്നത്. 11 vs 11 ആയിരുന്നപ്പം 5 vs 4 ഞങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാം. പക്ഷേ അത് 10 vs 11 ആയപ്പം അവർ 5 അറ്റാക്കേഴ്സിനെ മാൻ ടു മാൻ മാർക്ക് ചെയ്യാനായിട്ടാണ് ഞങ്ങൾ 5 ഡിഫൻഡേഴ്സിനെ ഇറക്കിയത് എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ പറയുന്നൊരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു. എൻസോ മരസ്ക. പിന്നീട് കോൾ പാൾമറിനെ, പുള്ളിക്ക് ചെറിയൊരു ഇഞ്ചറി കൺസേൺ ഉള്ളതിനാൽ തന്നെയാണ് കോൾ പാൾമറിനെ മാറ്റുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടു. കോൾ പാൾമറിന് പകരം ആൻഡ്രേ സാന്റോസ് പിച്ചിൽ വരുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടു. അത് നോക്കിൻ്റെ ഒരു സിറ്റുവേഷനാണ്. ആൾക്ക് ചെറിയൊരു ഇഞ്ചറി ഉണ്ടായിരുന്നു. പിന്നെ 10 പേരെ കളിക്കുമ്പോൾ ചുമ്മാ ബോളിൻ്റെ പുറകെ ഓടി ആ ഇഞ്ചറി വഷളാക്കണമെന്ന് ഓർത്തതാണ്. പക്ഷേ എനിക്ക് തോന്നിയ ഒരു കാര്യം, കുറച്ച് അഗ്രസീവ് ആവാല്ലേ ആ 2 വിങ്ങേഴ്സിനെ മാറ്റിയത് ചെൽസിനെ ബാക്ക് ഫയർ ചെയ്തു. കാരണം ഇന്നലെ ജാവോ പെട്രോ നന്നായിട്ട് കളിച്ചു. ജാവോ പെട്രോ ശരിക്കും അപ്പ് ഫ്രണ്ട് പുള്ളി ബോൾ നല്ലപോലെ ഹോൾഡ് ചെയ്ത് കളിക്കുന്നുണ്ടായിരുന്നു. അത് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. പുള്ളി ബോൾ ഹോൾഡ് ചെയ്യുന്നു. ഈവൻ പ്രസ് വരുമ്പോഴാണ് പുള്ളി അത്യാവശ്യം നല്ലപോലെ ഹോൾഡ് ചെയ്യുന്നു. പക്ഷേ പുള്ളിക്ക് സപ്പോർട്ടില്ല. 2 വൈഡ് ഏരിയയിൽ നിന്ന് റണ്ണേഴ്സ് ഇല്ല. കുക്കറയ ബാക്കിൽ നിൽക്കുകയാണ്. പുള്ളി അവരുടെ ഡിഫൻസീവ് ഡ്യൂട്ടിയിലാണ് കൂടുതൽ ഫോക്കസ്. റീസ് ജെയിംസ് ട്രാൻസിഷനിങ് ഓടി വരാനായിട്ട് ടൈം കൊടുക്കും. പുള്ളിക്ക് എപ്പോഴും ബാക്ക് പാസ് ചെയ്യേണ്ട സിറ്റുവേഷൻ ആയിരുന്നു. ഇന്നലെ അറ്റ്ലീസ്റ്റ് ജാവോ പെട്രോയിലോ എസ്താവിയയിലോ ഒരാളെ കീപ്പ് ചെയ്യായിരുന്നു. എസ്പെഷ്യലി ട്രാൻസിഷനിൽ മറ്റൊക്കെ ഹിറ്റ് ചെയ്യാനായിട്ട് ഒരു വിങ്ങർ വേണമായിരുന്നു. അതൊരു റിയലി ബാക്ക് ഫെയർ ചെയ്തൊരു ഡിസിഷനായി മാറിയെന്ന് ഞാൻ പേഴ്സണലി ബിലീവ് ചെയ്യുന്നുണ്ട്. കാരണം ചെൽസി ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ലായിരുന്നു ഫസ്റ്റ് ഹാഫിൽ. ആൻഡ് യുണൈറ്റഡ് ഡിസേർവിംഗിൽ ബ്രൂണോ ഫെർണാണ്ടസിലൂടെയും അതുപോലെ തന്നെ കസമീറോയിലൂടെ 2-0 ലീഡ് എടുക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് അമാദ് ദിയാലയും പാട്രിക് ഡോർഗു, എസ്പെഷ്യലി അമാദൊക്കെ റിയലി വേസ്റ്റ്ഫുൾ ആയിരുന്നു. യുണൈറ്റഡ് ഇന്നലെ 2-1 ആയി 2-2-3 വല്ലതും ആവുമായിരുന്നെങ്കിൽ, ലാസ്റ്റ് മൊമെൻറ്റിൽ ആവുമായിരുന്നെങ്കിൽ ഓക്കെ, അത് കൂടുതൽ ഇതായേനെ. പക്ഷേ ഇന്നലെ അമാദ് ദിയാലോ ആണെങ്കിലും ഫൈനൽ തേർഡിൽ എത്തിയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് വളരെ മോശമായിരുന്നു. യുണൈറ്റഡ് ഫൈനൽ തേർഡിൽ ഇപ്പോഴും വേസ്റ്റ്ഫുൾ ആണ്. ചാൻസുകൾ കൺവേർട്ട് ചെയ്തേ പറ്റൂ. ഡിസിഷൻ മേക്കിങ്ങിൽ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവന്നേ പറ്റും. അമാദ് സെക്കൻഡ് ഹാഫ് സ്റ്റെപ്പ് അപ്പ് ചെയ്തു. ബട്ട് ഫസ്റ്റ് ഹാഫിലെ പെർഫോമൻസ് അമാദിൻ്റെ ആണെങ്കിലും ഡോർഗുവിൻ്റെ ആണെങ്കിലും ഫൈനൽ തേർഡിൽ കുറച്ച് വേസ്റ്റ്ഫുൾ ആവുന്ന പോലെ തോന്നി.
ആൻഡ് എടുത്തു പറയേണ്ട കസമീറോടെ ഒരു ഇൻസിഡൻ്റ് ആണ്. ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ, ഹീസ് ഓൺ ആൻ എല്ലോ, ക്ലിയർലി ഹീസ് ഓൺ ആൻ എല്ലോ. അവിടെ അനാവശ്യമായിട്ട് ആൻഡ്രേ സാന്റോസിൻ്റെ ദേഹത്ത് കയറി പിടിച്ച് വലിച്ചിരുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടു. ഒരു ആവശ്യമില്ലാത്തൊരു ഫൗളായിരുന്നു. യെല്ലോയിൽ നിൽക്കുന്ന കസമീറോ പോലത്തെ ഇത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആ ഫൗൾ ചെയ്യാനായിട്ട് ഒരിക്കലും പാടില്ലായിരുന്നു. സോ 45+5 മിനിറ്റ്, അതായത് 9 മിനിറ്റ് ആയിരുന്നു ഫസ്റ്റ് ഹാഫ് ആഡ് ഓൺ ടൈം. ഫസ്റ്റ് ഹാഫ് തന്നെ വീണ്ടും എന്നാ പറയുക 10 സിറ്റുവേഷൻ ആവുകയാണ്. ഓക്കെ, 2-0 ലീഡ് യുണൈറ്റഡിനുണ്ട്. സെക്കൻഡ് ഹാഫ് കൊണ്ട് യുണൈറ്റഡ് ബോട്ടിൽ ചെയ്യുമോ എന്നുള്ളൊരു സിറ്റുവേഷൻ, അഥവാ എന്നുള്ളൊരു പ്രഷർ എല്ലാ യുണൈറ്റഡ് ഫാൻസിനും ഉണ്ടായിരുന്നു. നമ്മുടെ സ്ട്രീമിലുള്ള എല്ലാവർക്കും ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ആൻഡ് സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോഴേക്കും നമ്മൾ യുണൈറ്റഡിന് ക്രെഡിറ്റ് കൊടുക്കണം. അവർ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ഡിഫെൻഡ് ചെയ്തു. സെക്കൻഡ് ഹാഫിൽ യുണൈറ്റഡും കാര്യമായിട്ട് ചാൻസുകൾ വലുതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നില്ലായിരുന്നു. അപ്പുറത്ത് ചെൽസിയും കാര്യമായിട്ടൊന്നും ക്രിയേറ്റ് ചെയ്യുന്നുണ്ടില്ലായിരുന്നു. സോ കുറച്ച് ഗെയിമിൻ്റെ ടെമ്പോ എന്നാ പറയുക, ഫസ്റ്റ് ഹാഫിൽ മേ ബി കുറച്ചുകൂടെയും ടെമ്പോ പോയി മാച്ചിന്. രണ്ട് ടീമിനും അന്യായ ടെമ്പോ കിട്ടുന്നില്ലായിരുന്നു മാച്ചിൽ. പക്ഷേ രണ്ട് ടീം അങ്ങനെ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നില്ലായിരുന്നു. അത് കൂടുതൽ ബെനിഫിഷ്യലായി യുണൈറ്റഡാണ്, കാരണം അവർ പ്രോപ്പറായിട്ട് ഡിഫെൻഡ് ചെയ്യുക. ഇതിനിടയ്ക്ക് മത്തേസ് ഡിലൈറ്റും ലൂക്ക് ഷോ, ഹാരി മഗ്വയർ, എസ്പെഷ്യലി ഡിലിറ്റിൻ്റെ കാര്യം എടുത്ത് പറയണം. മേ ബി ഡിലിറ്റ് യുണൈറ്റഡിൽ കളിക്കുന്നുണ്ടാവാം, യുണൈറ്റഡ് ആസ് എ ടീം നല്ലപോലെ പെർഫോം ചെയ്യാത്തതുകൊണ്ടാവാം. ബട്ട് മത്തേസ് ഡിലൈറ്റിൻ്റെ പെർഫോമൻസ് റിയലി ടോപ്പാണ്. ഓൾമോസ്റ്റ് ഈവൻ യുണൈറ്റഡ് തോക്കുന്ന മാച്ചുകളിലാണെങ്കിലും ഡിലിറ്റിൻ്റെ പെർഫോമൻസ് എപ്പോഴും സ്റ്റാൻഡ് ഔട്ടായി നിൽക്കാറുണ്ട്. സോ ഡിസേർവിങ് ക്രെഡിറ്റ് കിട്ടാത്ത ഒരു പ്ലെയറായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് മത്തേസ് ഡിലൈറ്റ്. ഇന്നലെ ആണെങ്കിലും ഡിലിറ്റിൻ്റെ പെർഫോമൻസ് ടോപ്പ് നോച്ച് ആയിരുന്നു. മഗ്വയർ ഡിഡ് വെൽ, മസ്രായി പിച്ചിലുണ്ടായിരുന്നപ്പോൾ റിയലി ഗുഡ് ആയിരുന്നു. ആൻഡ് ബ്രയാൻ എംബൂമോ ഫസ്റ്റ് ഹാഫിലാണെങ്കിലും ആളെ സബ്ബായി മാറ്റുന്നിടം വരാനുള്ള ആ പിച്ചിൽ ഏറ്റവും ത്രെട്ട് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു നെയിം ബ്രയാൻ എംബൂമോ ആയിരുന്നു. പിന്നീട് മത്തേസ് കുൻഹ പിച്ചിലോട്ട് ഇറങ്ങുന്ന കണ്ടു. ഷെഷ്കോ ഇന്നലെ ഓവറോൾ കൊള്ളായിരുന്നു. ഇന്നലെ സെക്കൻഡ് ഹാഫിൽ തുടക്കത്തിൽ ഷെഷ്കോനെ മാറ്റിയാണ് ഉഗാർട്ടെ ഇറങ്ങിയത്. ഷെഷ്കോയുടെ പെർഫോമൻസ് ഫസ്റ്റ് ഹാഫിൽ അത്യാവശ്യം കൊള്ളായിരുന്നു. പുള്ളി ഏരിയൽ ബോൾസ് വിൻ ചെയ്യുന്നുണ്ടായിരുന്നു, ലിങ്കപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു, വിച്ച് വാസ് ഗുഡ് ടു സി. ആൻഡ് ഉഗാർട്ടെ പിച്ചിൽ ഇറങ്ങിയതിന് ശേഷം മാസ്റ്റർ ക്ലാസ് പെർഫോമൻസ് ആണ് കൊടുത്തത്. ചെൽസിയുടെ പല ട്രാൻസിഷൻസും പുള്ളി ബ്രേക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഈവൻ ദോ പൊസഷൻ സെക്കൻഡ് ഹാഫിൽ കൂടുതൽ ചെൽസി കീപ്പ് ചെയ്തെങ്കിലും കാര്യമായിട്ട് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നില്ലായിരുന്നു. ആൻഡ് അവരൊരു ഗോൾ തിരിച്ചടിച്ചു, റീസ് ജെയിംസിന്റെ ക്രോസ് ഇൻ ടു ദ ബോക്സ്. അവിടെ വന്ന് ഫിനിഷ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു. ചെൽസി ഒരെണ്ണം തിരിച്ചടിച്ചു, ടോസിനിലൂടെ ഒരെണ്ണം തിരിച്ചടിക്കുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടു. പക്ഷേ ആ ഒരു ഷോർട്ട് ഓൺ ടാർഗറ്റ് മാത്രമാണ് ചെൽസി ഈ മാച്ചിലെടുത്തത്. അത് റിയലി വറിയിങ് ആയിട്ടുള്ള കാര്യമാണ്. ബയൺ മ്യൂണിക്കിന് അഗെയിൻസ്റ്റും ചെൽസിയുടെ അറ്റാക്ക് ഒരല്പം വീക്കായിരുന്ന പോലെ തോന്നി. ഇന്നലത്തെ മാച്ചിലോട്ട് വരുമ്പോഴേക്കും ഇവൻ 10 vs 10 സെക്കൻഡ് ഹാഫ് വന്നതിന് ശേഷവും മറസ്കയുടെ സബ്സ്റ്റിറ്റ്യൂഷൻസ് വേർ ഓൾസോ നോട്ട് ഓൺ പോയിന്റ്. എടുത്തു പറയേണ്ട ഒരു കാര്യം, പുള്ളി ടൈറക് ജോർജിനെയാണ് സെക്കൻഡ് ഹാഫിൽ ഇറക്കിയത്. വീണ്ടും ഗർണാച്ചോയും ഗിറ്റൻസും പോലത്തെ രണ്ട് വിങ്ങേഴ്സ് ഉണ്ടായിട്ടും 10 vs 10 ആയിരുന്നിട്ടും പുള്ളി ടൈറക് ജോർജിനെയാണ് പിച്ചിലോട്ട് ഇറക്കുന്നത്. അത് റിയലി വേസ്റ്റ്ഫുൾ ആയ ഒരു സബ്ബായിട്ട് പോലെ തോന്നി. വൈഡ് ഏരിയാസ് എന്തുകൊണ്ട് എക്സ്പ്ലോയിറ്റ് ചെയ്തില്ല എന്ന് നമ്മൾ ചോദിക്കേണ്ട ഒരു കാര്യമാണ്. യുണൈറ്റഡ് കംഫർട്ടബിൾ ആയിരുന്നു വൈഡ് ഏരിയ ഡിഫെൻഡ് ചെയ്യുന്ന കാര്യത്തിൽ. സോ എൻസോ മറസ്കയുടെ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഇന്നലെ പാളിന്ന് ഓവറോൾ പറയേണ്ടി വരും. ബട്ട് ചെൽസി ആസ് എ ടീം ആ ഒരു അഗ്രഷൻ കാണിച്ചില്ല. കുറച്ച് വൾണറബിൾ ആയ യുണൈറ്റഡ് സൈഡാണ് ഇത് ഡിഫെൻസീവ്ലി വിത്തൗട്ട് എ ഡൗട്ട്. ബ്രൂണോ ഫെർണാണ്ടസ് ഇതിനെക്കുറിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. ബ്രൂണോ ഇതിന് മുമ്പത്തെ മാച്ചിൽ പറഞ്ഞതാണ്, ലീഡ് എടുത്തതിന് ശേഷം എങ്ങനെ കളിക്കണം എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയത്തില്ല എന്നുള്ള രീതിയിലാണ് പറയുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കേട്ടു. അവിടെ ഞങ്ങൾ ഇമ്പ്രൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്നുണ്ട്. സോ ഇവൻ ദോ 2-0 ലീഡാണെങ്കിൽ യുണൈറ്റഡ് അധികം കംഫർട്ടബിൾ അല്ല ലീഡ് പ്രൊട്ടക്ട് ചെയ്യാനുള്ളതെന്നുള്ള അവരുടെ ക്യാപ്റ്റൻ തന്നെ പ്രീവിയസ് മാച്ചിൽ പറഞ്ഞൊരു കാര്യമാണ്. സോ അത്രയും വൾണറബിൾ ആയ ഒരു സൈഡിനെ അഗേൻസ്റ്റ് കുറച്ചുകൂടെ ഇവൻ 10 vs 10 സിറ്റുവേഷൻ ആയ സ്ഥിതിക്കും കുറച്ചുകൂടെ അഗ്രഷൻ കാണിക്കായിരുന്നു, കുറച്ചുകൂടെ റിസ്ക് എടുക്കായിരുന്നു, അല്ലെങ്കിൽ കുറച്ചുകൂടെ ബോൾഡായിട്ടുള്ള മൂവ്സ് നടത്തായിരുന്നു ആർക്ക്, എൻസോ മറസ്കയ്ക്ക്. പക്ഷേ അത് പാളി. ആൻഡ് ചെൽസി പ്ലേയേഴ്സ് റിയലി ഡിസപ്പോയിൻറ്റിംഗ് ആയിരുന്നു ഓവറോൾ. എൻസോ ഒക്കെ ആണെങ്കിലും റിയലി ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. സോ കംഫർട്ടബിളി ഡിഫെൻഡ് ചെയ്തു എന്ന് തന്നെ ഞാൻ പറയും യുണൈറ്റഡ് സെക്കൻഡ് ഹാഫിൽ. ചെൽസി കാര്യമായിട്ട് ത്രെട്ടും പ്രൊവൈഡ് ചെയ്തില്ല. ആൻഡ് യുണൈറ്റഡ് പ്ലേയേഴ്സ് ഡിഡ് വെൽ. നമ്മൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടപ്പം ക്രെഡിറ്റ് കൊടുക്കണം. ശരിയാണ്, യുണൈറ്റഡിൻ്റെ പെർഫോമൻസ് ഫസ്റ്റ് ഹാഫിൽ അത്രയും സൂപ്പർ അല്ലാതെ സെക്കൻഡ് ഹാഫിൽ നിന്നും പറഞ്ഞ് ഇവിടെ ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം യുണൈറ്റഡ് ഈസ് എ ടീം അണ്ടർ പ്രഷർ. സോ അവർക്ക് എവരി വിക്ടറീസ് അവരെടുക്കും. ആൻഡ് സെക്കൻഡ് ഹാഫിൽ അവരുടെ പെർഫോമൻസിൽ ഞാനധികം എന്തോ ടോപ്പ് അല്ലായിരുന്നെങ്കിലും ദേ ഡിഡ് ഓക്കെ, ഡിഫെൻസീവ്ലി ദേ ഡിഡ് ഓക്കെ. നമുക്ക് അതിന് ക്രെഡിറ്റ് കൊടുക്കണം ഡിഫെൻസീവ് വർക്കിന്. ആൻഡ് 2-1 ഒരു വിക്ടറി നേടിക്കൊണ്ട് യുണൈറ്റഡ് പോവുകയാണ്. സോ ലെറ്റ്സ് സീ ഇത് മൊമെൻറ്റം കിട്ടുമോ, ഈ ഒരു മൊമെൻറ്റത്തിൽ റൺ ചെയ്യുമോ എന്ന് നമുക്ക് നോക്കാം. അവിടുന്ന് നമ്മൾ ഇന്നലത്തെ റയൽ മാഡ്രിഡ് മാച്ച് ഒന്ന് ടച്ച് ചെയ്യുകയാണെങ്കിൽ, റയൽ മാഡ്രിഡ് ഇന്നലെ 2-0 കംഫർട്ടബിൾ വിക്ടറി എസ്പാനിയോളിന് അഗെയിൻസ്റ്റ് നേടുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടു. സോ ഈ റയൽ മാഡ്രിഡിൻ്റെ ലൈനപ്പ് നിങ്ങൾക്ക് കാണാം. ഇന്നലെ ഗൂളറിനെ പുള്ളി ബെഞ്ച് ചെയ്തു, മസ്തുവാൻ ഡുവാനാണ് സ്റ്റാർട്ട് ചെയ്തത്. മസ്തുവാൻ ഡുവാൻ റെഗുലർ സ്റ്റാർട്ടറാണ്, ബട്ട് ഗൂളറിനെ ബെഞ്ച് ചെയ്ത് മസ്തുവാൻ ഡുവാനാണ് മേ ബി ഗൂളറിൻ്റെ ആ ഒരു പൊസിഷൻ എടുത്തത്. കൂടാതെ അപ്പ് ഫ്രണ്ട് ഗോൺസാലോ ഗാർഷ്യനെ പുള്ളി കിലിയൻ എംബാപ്പയോടൊപ്പം സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് പോസ്റ്റ് മാച്ചിൽ ചാബി അലോൺസോ പറഞ്ഞതും അതാണ്, പ്ലേയിങ് ആസ് എ ഫോൾസ് നയൻ. അഥവാ ഗോൺസാലോ ഗാർഷ്യ വാസ് എ ലാസ്റ്റ് മാൻ. പുള്ളി എംബാപ്പനെ ഒരു ഫോൾസ് നയൻ റോളിലാണ് ബിഹൈൻഡ് ദ സ്ട്രൈക്കർ കളിപ്പിക്കാനായിട്ടാണ് ഇറക്കിയതെന്നും പറഞ്ഞു. സോ നമ്മൾ കണ്ടത് ഒരു 4-4-1-1 ഷേപ്പും ആയിരുന്നു ആ റയൽ മാഡ്രിഡിൻ്റെ കാലിൽ നിന്ന്.
സോ ഇന്നലെ നിങ്ങൾക്ക് റയലിൻ്റെ ഇപ്പം കാണാം, നിങ്ങൾക്ക് ഇപ്പം മസ്തോൻഡുവാനോ ഹാഫ് സ്പേസിലോട് ഇൻവേർട്ട് ചെയ്ത് നിൽക്കുന്നു, കർവഹാൾ റൈറ്റിൽ എക്സ്ട്രീമിൽ പുഷ് ചെയ്ത് നിൽക്കുന്നു, ഇപ്പുറത്തെ കരേറാസ് ഇൻവേർട്ട് ചെയ്യുന്നു, വിനിയാണ് പിച്ച് സ്ട്രെച്ച് ചെയ്തത് ലെഫ്റ്റിൽ, ആൻഡ് കിലിയൻ എംബാപ്പെ നിങ്ങൾക്ക് കാണാം ഡ്രോപ്പ് ചെയ്യുന്നു, ഫ്രീ റോമിംഗ് റോളാണ് കളിച്ചത്. ആൾ ആസ് യൂഷ്വൽ പുള്ളിയുടെ ഒരു ഫ്രീ റോമിംഗ് റോൾ കളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു ഇഷ്യൂ തോന്നിയത് ആദ്യത്തെ ആ ഗോൾ എഡർ മിലിറ്റാവിന്, അതിലോട്ട് ഞാൻ വരുന്നിടം വരെ ഇറ്റ് വാസ് ആൻ ഈവൻ ഗെയിം. ട്രാൻസിഷനിൽ എസ്പാനിയോൾ അത്യാവശ്യം നല്ലപോലെ ചാൻസുകൾ എന്ന് പറഞ്ഞാൽ സിട്ര ചാൻസുകൾ നല്ല, ബട്ട് ഫൈനൽ തേർഡിലോട്ട് വരുന്നുണ്ടായിരുന്നു. ആൻഡ് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാം എഡർ മിലിറ്റാവിൻ്റെ ഒരു 1.5 ബ്ലോക്ക് ഉണ്ടായിരുന്നു മാൻ, ഒരു സൂപ്പർ സാധനം. അത് ഗോളാന്ന് ഓർത്തു പോയൊരു സിറ്റുവേഷൻ, ബട്ട് കിഡിലൻ ബ്ലോക്കായിരുന്നു, സൂപ്പർ ബ്ലോക്കായിരുന്നു. ആ ബ്ലോക്കിന് ശേഷം നേരെ എന്നിട്ട് ഒരു കിഡിലൻ ബാങ്കർ വാൽവേർഡയുടെ എന്നാ പറയുക പവർ പുള്ളിയിലോട്ട് കയറിയോ, അവിടെ എഡർ മിലിറ്റാവിൻ്റെ ഒരു ലോങ് റേഞ്ചർ ഷോട്ട് മാൻ, ഗോൾ കീപ്പർ ഒരു ചാൻസ് ഇല്ല, 32 യാർഡ് ഡിസ്റ്റൻസ് മാൻ, എന്ത് കിട്ടില്ല ഷോട്ടായിരുന്നു അത്. ആൻഡ് എഡർ മിലിറ്റാവ് 2 ACL ഇഞ്ചറി കഴിഞ്ഞ് വരുന്ന പ്ലെയറാണ്. പുള്ളിക്ക് പഴയ റിക്കവറി പേസ് ഇല്ല, ഐ അഗ്രി വിത്ത്. പക്ഷെ പുള്ളിക്ക് ഇപ്പം എനിക്ക് തോന്നുന്നു പിച്ചിൽ കുറച്ചുകൂടെ ഫുട്ബോളിങ് ഇൻ്റലിജൻസ് ആരും യൂസ് ചെയ്ത് കളിക്കുന്നുണ്ട്. ഈവൻ പൊസിഷനിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും ഹൈ ലൈൻ കളിക്കുന്നുണ്ട് അവർ മിലിറ്റാവിനെ വെച്ച്, ബട്ട് പുള്ളി അവെയറാണ്. പുള്ളിയുടെ ലാക്ക് ഓഫ്, പുള്ളിക്ക് പേസ് ഉണ്ട് ഇല്ല എന്നല്ല, ബട്ട് ഓൾഡ് ആ റിക്കവറി പേസ് ഇല്ല. പക്ഷെ പുള്ളി അത് പൊസിഷണൽ അവയർനെസ് കൊണ്ട് ഇപ്പോൾ ഓവർകം ചെയ്യുന്നുണ്ട്. പുള്ളി ഓൺ ദ ബോൾ അബിലിറ്റി ടോപ്പ് നോച്ചാണ്. ഇന്നലെ ഡീൻ ഹെഡ്സനും ഇല്ലായിരുന്നു, റൗൾ അസൻസിയാണ് സ്റ്റാർട്ട് ചെയ്ത്, ആൻഡ് ഹി ഡിഡ് റിയലി വെൽ ആസ് വെൽ. സോ സൂപ്പർബായിട്ട് തന്നെ രണ്ടുപേരും ഇന്നലെ കളിച്ചു. അതിൽ മിലിറ്റാവിൻ്റെ കാര്യം എടുത്തു പറയണം. ആൻഡ് ഈ സീസണിൽ റൈറ്റ് നൗ ഡീൻ ഹെഡ്സൺ ആൻഡ് മിലിറ്റാവ് ഇസ് എ സ്റ്റാർട്ടിംഗ് സെൻറ്റർ ബാക്ക് ഡോ. ഈവൻ ഈ റുഡിഗർ ഫിറ്റായി വന്നാലും ദ വേ തിങ്സ് ആർ ഗോയിങ്, ഐ തിങ്ക് റുഡിഗറിനെ മിക്കവാറും ബെഞ്ച് ചെയ്യും മിലിറ്റാവ്. ആ രീതിയിലുള്ള പെർഫോമൻസ് ആണ് മിലിറ്റാവ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് മസ്തോൻഡുവാനോയുടെ കാര്യം. സോ മസ്തോൻഡുവാനോ ഇന്നലെ പിച്ചിൽ ഗൂളർ ഇല്ലാത്തപ്പോൾ, ഇപ്പം ഗൂളർ ബ്രിങ്സ് യു മോർ കൺട്രോൾ, മസ്തോൻഡുവാനോ ബ്രിങ്സ് യു മോർ വെർട്ടിക്കാലിറ്റി, അല്ല കൂടുതൽ ഡയറക്ട്നെസ്സും ഉണ്ട്. മസ്തോൻഡുവാനോയുടെ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു ഇന്നലെ ആ റയൽ മാഡ്രിഡ് ഷട്ടിൽ. ഇന്നലെ ആള് 20ഓളം ഡ്യുവൽസിൽ 12ഓളം വിൻ ചെയ്തു, 6ഓളം ഡ്രിബിൾസ് ആൾ കംപ്ലീറ്റ് ചെയ്തു. പിച്ചിൽ ആൾ വർക്ക് ലോഡ് നല്ലപോലെ എടുക്കുന്നുണ്ട്. ആ ഫൈനൽ തേർഡിലുള്ള ഔട്ട്പുട്ടോടെ വരുവാണെങ്കിൽ ഗെയിം ചേഞ്ചർ ആണെന്ന് നമ്മൾ പറഞ്ഞു. ആൻഡ് ഇന്നലെ കംപ്ലീറ്റ്ലി വന്നെന്നല്ല, ബട്ട് കമ്പയർഡ് ടു അതർ മാച്ചസ് ഫൈനൽ തേർഡിൽ ആൾ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു. ഇന്നലെ നിങ്ങൾക്ക് ഈ സിറ്റുവേഷൻ കാണാം, ആൾ ആ ടൈറ്റ് സ്പേസിലൂടെ ബോളുമായിട്ട് ഡ്രിബിൾ ചെയ്ത് പോകുന്നു, ബോക്സിലോട്ട് ബോൾ ഇടുകയാണ്, പക്ഷേ ടീമേറ്റ്സിൻ്റെ കാലിലോട്ട് അല്ല ചെന്നു. മേ ബി അവിടെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള പാസ് ഇടായിരുന്നു, ബട്ട് ചാൻസ് ക്രിയേറ്റ് ചെയ്യണം. കൂടാതെ മറ്റൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു, ആള് 2 പ്ലെയറിനെ ഡ്രിബിൾ ചെയ്തിട്ട് ആദ്യമേ ലെഫ്റ്റിലോട്ടൊന്ന് ഷിൻ ചെയ്തിട്ട് റൈറ്റിലോട്ടൊന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് പുള്ളി ഒരു ലൂപ്പിംഗ് ബോൾ നമ്മുടെ എംബാപ്പയ്ക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. ആൻഡ് എംബാപ്പെ അത് ഗോൾ കീപ്പറിനെ മേൽ വഴി ലൂപ്പ് ചെയ്ത് ഇടാനായിട്ട് നോക്കിയതാണ്, പക്ഷെ അത് ജസ്റ്റ് മേളിലോട്ട് പോയി, അത് എംബാപ്പെ ഷുഡ് ആർ ഡൺ ബെറ്റർ ദർ. പക്ഷെ എന്നാലും അങ്ങനത്തെ കുറച്ചുകൂടെ ബെറ്റർ ഡിസിഷൻ മേക്കിംഗ് ആൾ കൊണ്ടുവരുന്നുണ്ട്. ഗൂളർ പിച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കൺട്രോൾ നിങ്ങൾക്ക് കിട്ടും, ബട്ട് മസ്തോൻഡുവാനോ കുറച്ചുകൂടെ ഡയറക്ട്നെസ് നിങ്ങൾക്ക് കൊണ്ടുവരും. ആൻഡ് നമ്മൾ കണ്ടു ബെല്ലിങ്ങമും കമ്മിങ്ങയും പിച്ചിൽ ഇറങ്ങുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടു രണ്ടുപേരും ഇഞ്ചറിക്ക് ശേഷം. സോ ബെല്ലിങ്ങം വരുമ്പോഴേക്കും ബെല്ലിങ്ങമിനെ കുറച്ചുകൂടെ ഹയർ ഓഫ് ദ പിച്ചസ് ആണ് താൻ കാണുന്നത് എന്നുള്ള രീതിയിലാണ് പോസ്റ്റ് മാച്ച് ചാബി അലോൺസോട് ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ പറഞ്ഞത്. ഗൂളർ ക്യാൻ പ്ലേ ഇൻ ദ ഡീപ്പ് ആൻഡ് ബെല്ലിങ്ങം ക്യാൻ പ്ലേ അപ്പ് ഫ്രണ്ട്. ബെല്ലിങ്ങം വന്നതും കിലിയൻ എംബാപ്പയ്ക്ക് പകരമാണ് എന്ന് പറഞ്ഞാൽ പുള്ളി സ്ട്രൈക്കറായിട്ട് കളിക്കുന്നില്ല, ബട്ട് ഐ തിങ്ക് ബെല്ലിങ്ങമിനെ പുള്ളി കൂടുതലും ഒരു ഹയർ ഓഫ് ദ പിച്ച് യൂസ് ചെയ്യുന്ന പ്ലെയർ ആയിട്ടാണ് കാണുന്നത്. തന്നെ ഡീപ്പ് പ്ലേയിങ് മിഡ്ഫീൽഡർ എന്നുള്ള രീതിയിലാണ് ചാബിയുടെ പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിൽ നമുക്ക് മനസ്സിലായത്. ആൻഡ് ഗൂളറിനെ പുള്ളി ഡീപ്പിലും ആയിരിക്കും യൂസ് ചെയ്യുക, ബെല്ലിങ്ങമിനെ ഹയർ ഓഫ് ദ പിച്ചിലും ആയിരിക്കും. ആൻഡ് മസ്തോൻഡുവാനോയ്ക്ക് ആ ഒരു ഫ്രീ റോമിംഗ് റോൾ ആയിരിക്കും. ഇവർ 3 പേരും അറ്റ് ദ സെയിം ടൈം പിച്ചിൽ കാണുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്കറിയത്തില്ല. മേ ബി അവിടെ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ വരട്ടെ. ആൻഡ് റയൽ മാഡ്രിഡിൻ്റെ സെക്കൻഡ് ഗോൾ നിങ്ങൾക്ക് കാണാം, കിലിയൻ എംബാപ്പയുടെ ഒരു സൂപ്പർ സാധനമായിരുന്നു. അവിടെ വിനീഷ്യസ് ജൂനിയർ ഹോൾഡ് ചെയ്യുന്നു, എംബാപ്പയിലോട്ട് ഇടുന്നു, ആൻഡ് അവിടെ ഷോട്ട് അടിക്കുകയാണ് ആര്, കിലിയൻ എംബാപ്പെ. അവിടെ ഫാർ പോസ്റ്റിലോട്ട് പോകുന്നതാണ് ഗോൾ കീപ്പർ ഓർക്കുന്നത്, ബട്ട് ഗോൾ കീപ്പർ ബ്ലൈൻഡ് സൈഡിലോട്ട് ആവാണ്, അവിടെ നിയർ പോസ്റ്റിലോട്ടാണ് ആ ഷോട്ടും വരുന്നത്. കിലിയൻ എംബാപ്പെ ഈസ് ഓൺ എ റൺ ബ്രോ. പുള്ളി ആ പിച്ചിലെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ. ഇന്നലത്തെ മാച്ചിലെ മാൻ ഓഫ് ദ മാച്ച് ലെവൽ പെർഫോമൻസ് തന്നെയായിരുന്നു കിലിയൻ എംബാപ്പയുടെ. ആൻഡ് മാൻ ഓഫ് ദ മാച്ചും പുള്ളിക്കുമാണ് കിട്ടിയത്, സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. ബട്ട് റയൽ മാഡ്രിഡിൻ്റെ ആ ഫസ്റ്റ് ഗോൾ വന്നതിന് ശേഷം റയൽ മാഡ്രിഡിന് കംപ്ലീറ്റ് കൺട്രോൾ ആയിരുന്നു. വീണ്ടും ഒരു ക്ലീൻ ഷീറ്റ്. ഇപ്പോൾ റയൽ മാഡ്രിഡ് ഈ ഇന്ന് ഇറക്കിയ ടീമിനെ മേ ബി മിഡ് വീക്കിൽ അവർക്ക് കളിപ്പിക്കും, കാരണം ആ രീതിയിൽ അധികം ഇൻറ്റൻസിറ്റി അവർക്ക് കൊടുക്കേണ്ടി വന്നിട്ടില്ല. സോ അതാണ് ഈ റയൽ മാഡ്രിഡ് ടീമിനെ ഡിഫറെൻ്റ് ആക്കുന്നത്. അവർക്ക് ഗെയിം കൺട്രോൾ ചെയ്യാനറിയാം, സി ഓഫ് ചെയ്യാനറിയാം, വിച്ച് ഈസ് എ പോസിറ്റീവ് തിങ്. അൽവാരോ കെറേറാസ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു, ഗെയിം കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് വിനീഷ്യസ് ജൂനിയർ ഇന്നലത്തെ മാച്ചിൽ സ്റ്റാർട്ട് ഒരല്പം മോശമായിരുന്നു, പക്ഷേ ഗെയിം വെൻ്റ് ഓൺ പുള്ളി കൂടുതൽ ത്രെറ്റനിങ് ആയി സെക്കൻഡ് ഹാഫിലും, എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിൽ ലാസ്റ്റ് മൊമെൻറ്റ് വിനിയുടെ ഒരു മൊമെൻറ്റ് ഓഫ് മാജിക് ഉണ്ടായിരുന്നു. അതിനുശേഷം ബോക്സിലോട്ട് ക്രോസ് ഇടുന്നുണ്ട്, അത് കിലിയൻ എംബാപ്പെ ഒന്ന് മിസ് ചെയ്യാണ്, ഒരു സിറ്റർ മിസ്സാണ്. കൂടാതെ വിനീഷ്യസ് ജൂനിയറിൻ്റെ മറ്റൊരു ചാൻസ് ഉണ്ടായിരുന്നു, ഒരു സൂപ്പർ സാധനം പുള്ളി പോസ്റ്റിൽ അടിച്ച് കളഞ്ഞ ഒരു സിറ്റർ മിസ് വിനിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. സോ അങ്ങനത്തെ കുറച്ച് പിന്നെ ഗോൺസാലോ ഗാർഷ്യയ്ക്ക് കട്ട് ചെയ്ത് പുള്ളി മിസ് ചെയ്യുന്ന ഒരു സിറ്റർ സാധനം ഉണ്ടായിരുന്നു. സോ ഇന്നലെ 3 ബിഗ് ചാൻസ് ആണ് റയൽ മാഡ്രിഡ് ക്രിയേറ്റ് ചെയ്തത്. ആ 3 ബിഗ് ചാൻസ് അവർ മിസ് ചെയ്തു. ഇന്നലെ അടിച്ച 2 ബാങ്കർ ഗോളാണ്.
സോ റയൽ മാഡ്രിഡ് ഈ 2-0 3-0 അല്ലെ 2-1 ജയിക്കുന്ന മാച്ചുകളിലൊക്കെ 4-5 ഗോളൊക്കെ ആക്കാനായിട്ടുള്ള നല്ല അവസരങ്ങളുണ്ട്. സോ അവർ ഇങ്ങനത്തെ ഈസി ചാൻസുകൾ കൺവേർട്ട് ചെയ്യുന്നില്ല. അതേ ഉള്ളൂ റയൽ മാഡ്രിഡിന് മേ ബി നെഗറ്റീവായിട്ട് പറയേണ്ട ഒരു കാര്യം. സെക്കൻഡ് ഹാഫിൽ കുറച്ച് ഇൻറ്റൻസിറ്റി അല്ലാത്ത മാച്ചുകൾ ഡൗൺ ആവുന്ന ഒരു ഇഷ്യൂ ആയിട്ട് പറയാം. പക്ഷേ അത് ഇന്നത്തെ മാച്ചിലെ ബാധകമല്ലായിരുന്നു. പിന്നെ റൊട്ടേഷൻ നടത്തി പുള്ളി അത് ഓവർകം ചെയ്യുന്നുണ്ട്. പക്ഷേ റയൽ മാഡ്രിഡ് വിൽ സ്കോർ ഗോൾസ് ഔട്ട് ഓഫ് നോവെയർ. അവർക്ക് അമ്മാതിരി ഇൻഡിവിജ്വൽ ടാലൻസ് ഉണ്ട്. ഈവൻ സിറ്റർ മിസ്സുകൾ നടത്തിയാൽ ഡിഫെൻസീവ്ലി ആ സ്റ്റെബിലിറ്റി പുള്ളി കൊണ്ടുവരുന്നുണ്ട്. ആ സ്റ്റെബിലിറ്റി പിന്നെ അപ്പ് ഫ്രണ്ട് ഉള്ള ഈ ടാലൻറ്റ് അതൊരു ഡേഞ്ചറസ് കോമ്പിനേഷൻ ആണ്. സോ നിങ്ങൾക്ക് ഇപ്പം ലീഗ് ടേബിൾ കാണാം, 15 പോയിന്റ്സുമായിട്ട് ടോപ്പിലാണ് ബാർസയ്ക്ക് മേലെ 5 പോയിന്റ് ഗ്യാപ്പ് ഉണ്ട് അവർക്ക്. സോ ബാർസ ഗെറ്റാഫേനെയാണ് നേരിടാൻ പോകുന്നത്. എന്താവുമോ എന്തോ നമുക്ക് കണ്ടു നോക്കാം. സോ ഒരു കംഫർട്ടബിൾ വിൻ ഫോർ റയൽ മാഡ്രിഡ്. അവിടുന്ന് മറ്റൊരു മാച്ച് ടച്ച് ചെയ്യാനാണെങ്കിൽ മെർസിസൈഡ് ഡെർബിയാണ്. അവിടെ 2-1 ഒരു വിക്ടറി നേടിക്കൊണ്ട് ലിവർപൂൾ പോയിരിക്കുകയാണ്. നിങ്ങൾ ലൈനപ്പ് കാണാം. ഫ്ലോറിയം വിച്ചിനെ പുള്ളി ബെഞ്ച് ചെയ്തു, എക്കിറ്റിക്ക സ്റ്റാർട്ട് ചെയ്തു, ആൻഡ് ഗ്യാക്പോ വന്നു, ആൻഡ് മിഡ്ഫീൽഡ് 3 അവർ മാറി. സബോസ്ലായും മക്കലിസ്റ്ററും അതുപോലെ തന്നെ ഗ്രാവുംബർഗും അടങ്ങുന്നത് ആ മിഡ്ഫീൽഡ് 3 ഉണ്ടല്ലോ ലിവർപൂളിന് കൂടുതൽ കൺട്രോൾ കൊണ്ടുവരും. അത് വിത്തൗട്ട് എ ഡൗട്ട് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഇന്നലെ ആണെങ്കിലും ഗ്യാക്പോയ്ക്ക് വരെ ലെഫ്റ്റിലാണ് ഫ്ലോറിയം വിച്ച് ഇറങ്ങിയത്. മേ ബി ആ മിഡ്ഫീൽഡ് 3 ബിഗ് മാച്ചുകളിൽ വി മൈറ്റ് സീ ദാറ്റ് മോർ. ഇന്നലെ ആണെങ്കിലും ലിവർപൂളിന് ഗെയിമിൽ ഒരു ഫുൾ കൺട്രോൾ ഇല്ലായിരുന്നു. കുറേ മിസ്പാസ്, എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിൽ ലിവർപൂൾ മിസ്പാസുകൾ നടത്തുന്നുണ്ടായിരുന്നു. ഇവൻ ഫസ്റ്റ് ഹാഫിലാണെങ്കിലും ദെയർ വെയർ മൊമെന്റ്സ്. സോ ആ ട്രാൻസിഷനിൽ ബോൾ വിൻ ചെയ്യുന്ന കാര്യത്തിൽ ഈ ഒരു മിഡ്ഫീൽഡ് 3 ഉണ്ട്. മക്കലിസ്റ്റർ, ഗ്രാവുംബർഗ്, സബോസ്ലൈ. അത് അവരുടെ ഒരു എഞ്ചിനാണ്. ബോൾ കീപ്പ് ചെയ്യുന്ന കാര്യത്തിലാണ്, ബോൾ റിക്കവർ ചെയ്യുന്ന കാര്യത്തിലാണ്. ഫ്ലോറിയം വിച്ച് മോശമാണെന്നല്ല, ബട്ട് സബോസ്ലൈ, മക്കലിസ്റ്റർ, ഗ്രാവുംബർഗ് റാദർ ദാൻ ഫ്ലോറിയം വിച്ച് ആ മിഡ്ഫീൽഡിലോട്ട് വരുന്നതിനേക്കാൾ ഓഫ് ദ ബോൾ കുറച്ചുകൂടെ ബെറ്റർ ആണ്. ആൻഡ് ബോൾ കീപ്പിംഗ് അബിലിറ്റി ഉള്ളവരുമാണ് ഇവർ 3 പേര്. സോ അത് മേ ബി അപ്കമിങ് മാച്ചുകളിൽ ഗ്യാക്പോ ഫ്ലോറിയം വിച്ചിന് ഇടയിൽ ഒരു കോമ്പറ്റീഷൻ വരുമെന്ന് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ എക്കിറ്റിക്ക വീണ്ടും ഗോൾ സ്കോർ ചെയ്തു. എക്കിറ്റിക്കയുടെ ഫോം കണ്ടിട്ട് എക്കിറ്റിക്കനെ എങ്ങനെ ഡ്രോപ്പ് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. ഇസാക്ക് എന്തായാലും ശരിക്ക് വർക്ക് ചെയ്യേണ്ട ഒരു സ്റ്റാർട്ടിംഗ് റോളിലോട്ട് കയറാനായിട്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് ഗ്രാവുംബർഗ്. വാട്ട് എ പ്ലേ. ഗ്രാവുംബർഗ് ഇന്നലെ ആ ടൈറ്റ് ആംഗിളിൽ നിന്ന് അടിച്ചു കയറ്റി ആ ഗോൾ മാൻ സൂപ്പർ സാധനമായിരുന്നു. കിട്ടില്ലം പ്ലെയർ. ഗ്രാവുംബർഗ് ഈസ് എ ട്രീറ്റ് ടു വാച്ച്, ഒന്നും പറയാനില്ല. ആൻഡ് സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോൾ ലിവർപൂളിന് കൺട്രോൾ കുറച്ച് പോയി. ആൻഡ് ലിവർപൂൾ ഇന്നലത്തെ മാച്ചിലോട്ട് വരുമ്പോഴേക്കും ഒരു ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. 3 ഷോട്ട് ഓൺ ടാർഗറ്റ് ഉണ്ട്. സെക്കൻഡ് ഹാഫിൽ ലിവർപൂൾ ഗെയിം കൺട്രോൾ ചെയ്തു. ഈവൻ ദോ ഗേയുടെ ആ ഗോൾ വന്നെങ്കിലും 2-1 ആക്കിയെങ്കിലും പിന്നെ 2-2 ആക്കും എന്നുള്ളൊരു സിറ്റുവേഷൻ, അങ്ങനെ വലിയ സിറ്റുവേഷൻസ് എവർട്ടൺ ക്രിയേറ്റ് ചെയ്തില്ല. ദ ഡിഫെൻഡഡ് വെൽ ഉള്ള പറയാമല്ലോ. കർക്കസിൻ്റെ ഒക്കെ ഡിഫൻസീവ് വർക്കൊക്കെ ഇന്നലെ നല്ലതായിരുന്നു. പക്ഷേ ലിവർപൂളിന് സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ കുറച്ച് ഗെയിമിൻ്റെ കൺട്രോൾ കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. അത് സ്ലോട്ടിനെ അറിയുന്ന കാര്യമായിരിക്കും. കാരണം സ്ലോട്ട് എന്ന് പറയുന്ന കോച്ചിൻ്റെ തന്നെ പ്രിൻസിപ്പിൾ തന്നെ ഗെയിമിൽ കൺട്രോൾ നിർത്തുക എന്നുള്ളതാണ്. ഓൾമോസ്റ്റ് എല്ലാ മാച്ചും അവർ ഗോൾസ് കൺസീഡ് ചെയ്യുന്നുണ്ട്. ഈവൻ വിത്തൗട്ട് പ്ലേയിങ് അറ്റ് ദർ ബെസ്റ്റ് ലിവർപൂൾ 5 കളിയിൽ നിന്ന് 5 ജയിച്ചു. ചാമ്പ്യൻസ് ലീഗോടെ കൂട്ടുകയാണെങ്കിൽ 6 ജയിച്ച് 1.5 പോക്കാണ് ലിവർപൂൾ പോകുന്നത്, ഈവൻ വിത്തൗട്ട് പ്ലേയിങ് അറ്റ് ദർ ബെസ്റ്റ്. സോ ആ ബാലൻസും മേ ബി ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും മേ ബി ആ ഒരു ഡിഫെൻസീവ്ലി ഉള്ള കുറച്ച് വൾണറബിലിറ്റീസും ഒക്കെ സോർട്ട് ഔട്ട് ചെയ്യുവാണെങ്കിൽ ദിസ് ടീം മൈറ്റ് ബി അൺസ്റ്റോപ്പബിൾ. ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. ഇപ്പോൾ 15 പോയിന്റ് ആയിട്ടുണ്ട് ടേബിളിൽ. മേ ബി ഇന്നത്തെ മാച്ച് പോയിന്റ്സ് ആർസണൽ ഡ്രോപ്പ് ചെയ്യുവാണെങ്കിൽ 5 പോയിന്റ്സ് ലീഡ് ആവും. ഡ്രോ ആവുകയാണെങ്കിൽ അഥവാ തോൽക്കുവാണെങ്കിൽ 6 പോയിന്റ് ലീഡ് ഓവർ ആർസണൽ ആവും ആർക്ക്, ലിവർപൂളിന്. ആൻഡ് 1.5 സ്റ്റാർട്ട്, ഒന്നും പറയാനില്ല. അവിടുന്ന് മറ്റൊരു മാച്ച് ടച്ച് ചെയ്യാനായിട്ടാണെങ്കിൽ ബ്രൈറ്റൺ വേഴ്സസ് ടോട്ടൻഹാം ഹോട്ട്സ്പർ. ബ്രൈറ്റൻ്റെ ഹോം മാച്ചിൽ ബ്രൈറ്റൺ 2-0 ലീഡ് എടുത്തതിന് ശേഷം ഒരു 2-2 കംബാക്ക് നടത്തി ടോട്ടൻഹാം. അത് അപ്രിസിയേഷൻ കൊടുക്കേണ്ടത് തന്നെയാണ്. കാരണം തോമസ് ഫ്രാങ്കിൻ്റെ ടോട്ടൻഹാം ആണിത്. മേ ബി പോസ്റ്റോക്കോഗ്ലുവിൻ്റെ വില ആയിരുന്നെങ്കിൽ 2-0 ലീഡ് മേ ബി ഒരു 3-0 4-0 അല്ല വില കൊണ്ടേ തോറ്റാണ്. പക്ഷേ ഇതൊരു കംബാക്ക് നടത്തി. ഇന്നലത്തെ മാച്ചിൽ ചെറിയൊരു ചേഞ്ച് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. പുള്ളി ഉഡോഗിനെയാണ് ലെഫ്റ്റ് ബാക്കായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. 4 ദിവസം ഓവർലാപ്പിംഗ് റൺ, അതിനെക്കുറിച്ച് പുള്ളി പോസ്റ്റ് മാച്ച് പറയുകയും ചെയ്തു. പുള്ളിയോട് ചോദിച്ചപ്പോഴേക്കും ഇപ്പോൾ ചാവി സിമൻസും ബെഞ്ചിൽ പോയി ഓഡോബേർട്ട് അവിടെ വന്നു. സോ നമുക്കറിയാം സ്പെൻസും ചാവി സിമൻസും അവിടെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് 2 റൈറ്റ് ഫുട്ടഡ് പ്ലേയേഴ്സാണ്. അത് കുറച്ച് പിച്ച് സ്ട്രെച്ച് ചെയ്യുന്ന കാര്യത്തിൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. മേ ബി അതുകൊണ്ടായിരിക്കാം ഫോർ ഉഡോഗിനെ ആ ഒരു ഓവർലാപ്പിംഗ് റൺസ് കിട്ടാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് സെക്കൻഡ് ഹാഫിൽ എടുത്തു പറയേണ്ട കാര്യം ബെൻഡാങ്കോറിന് പകരം ചാവി സിമൻസ് ഇറങ്ങിയതിന് ശേഷമാണ് ഒരു ഗെയിം ചേഞ്ചിങ് സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു. പുള്ളി ചാൻസുകൾ മിസ് ചെയ്തു ചാവി സിമൻസ്. പക്ഷേ കുറച്ചുകൂടെ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അത് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ആൻഡ് ബെർഗ്വാളിനെയും പുള്ളി പുഷ് ചെയ്തു. പലീനെ മാത്രം വെച്ച് പുള്ളി ഹോൾഡ് ചെയ്തു. സോ ആ ഒരു റിസ്ക് പുള്ളി എടുത്തു, അതിനുള്ള റിവാർഡും കിട്ടി. സോ 2 ഗോളുകൾ ആ മിൻറ്റാട് ഒരു കിട്ടില്ലം ഗോളായിരുന്നു. പുള്ളി മിക്കി വാണ്ടുവിനെയൊക്കെ ബീറ്റ് ചെയ്ത് വിക്കാരിനെ ബീറ്റ് ചെയ്ത് അടിച്ചൊരു സൂപ്പർ സാധനമായിരുന്നു. അതുപോലെ അയാറിയുടെ ഒരു ബാങ്ങർ ഗോൾ വരും. 2-0 ലീഡ് എടുത്തു. പിന്നെ റിച്ചു ബായിലൂടെ ഹാഫ് ടൈമിന് മുമ്പ് ഒരെണ്ണം അടിച്ചു. പിന്നെ വാൻഹക്കയുടെ ഓൺ ഗോളുമായിരുന്നു വന്നത് 2-2 ആക്കി കൊടുത്തത് ആർക്ക്, ടോട്ടൻഹാം ഹോട്ട്സ്പറിന്. സോ ടോട്ടൻഹാം ഒരു 1 പോയിന്റേ കിട്ടിയുള്ളൂ. പക്ഷേ എന്നാലും നമ്മൾ അപ്രിസിയേഷൻ കൊടുക്കേണ്ട ഒരു കാര്യമാണ്. ബ്രൈറ്റൺ എവേ എന്നിട്ട് 2-0 പുറകെ പോയതിനു ശേഷം കംബാക്ക് നടത്തിയത്. ബ്രൈറ്റൺ ഒരു ഈസി സൈഡിലാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾക്കിപ്പം പിച്ചിൽ കാണാം
ഈ ഹീറ്റ് മാപ്പ് ആരുടെയാന്ന് പറയാമോ? ഈ ഒരു കാണുന്ന ഹീറ്റ് മാപ്പ് ഏത് പ്ലെയറിനെയാണെന്ന് അറിയാമോ? അത് മറ്റാരുടെയല്ല, ഹാരി കെയിൻ്റെയാണ്. ഇന്നലെ ഹോഫൻഹെയിമിനെ 4-1 എവേ ഫിക്സ്ചറിൽ ബയൺ മ്യൂണിക്ക് എന്ന് തോപ്പിച്ചത്. ഹാരി കെയിൻ വീണ്ടും ഒരു ഹാട്രിക്ക് സ്കോർ ചെയ്തു. ഗ്നാബ്രിയുടെ വക ഒരു ഗോളൂടെ വന്നു. ഹാരി കെയിൻ ഇപ്പോൾ ഈ സീസണിൽ ഓൾ കോമ്പറ്റീഷൻ 7 കളികളിൽ നിന്ന് 13 ഗോളായിട്ടുണ്ട്. ലീഗിൽ 4 കളികളിൽ നിന്ന് 8 ഗോളായിട്ടുണ്ട്. ആൻഡ് ഹാരി കെയിൻ ഈസ് നോട്ട് ജസ്റ്റ് ആൻ ഓർഡിനറി നമ്പർ 9. ഇന്നലെ നിക്കോളാസ് ജാക്സൺ ആണ് സ്റ്റാർട്ട് ചെയ്തു പുള്ളിയോടൊപ്പം. സോ ഹാരി കെയിൻ ബിഹൈൻഡ് നിക്കോളാസ് ജാക്സൺ ആണ് ഓൺ പേപ്പർ സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് ഗെയിമിന് നിങ്ങൾ നോക്കാനായിട്ട് തന്നെ പുള്ളി പിച്ചിൽ എല്ലായിടത്തും ഉണ്ട്. സോ ചെൽസി ബയൺ മ്യൂണിക്ക് മാച്ച് മിക്കവരും കണ്ടു കാണും. അതിൽ നിന്ന് ഞാൻ ഈ സീസൺ ഹാരി കെയിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണും. പുള്ളിയുടെ ആവറേജ് മൂവ്മെൻറ്റ്സിൻ്റെ കാര്യമല്ല. സോ അൺസ്റ്റോപ്പബിൾ റണ്ണാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ബയൺ മ്യൂണിക്കും ഹാരി കെയിനും. സോ എടുത്തു പറയേണ്ട കാര്യം, ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ വാട്ട് ബയൺ മ്യൂണിക്ക് ക്യാൻ ഡു ഈസ് വാട്ട് ദേ ഷുഡ് ഡു ഈസ് ബൈ ഡിസംബർ അവരെങ്ങനെയും ലീഗ് റാപ്പപ്പ് ചെയ്യുക. ഒരു 10 പോയിന്റിന് മേളിൽ ലീഡ് ഒപ്പിച്ചെടുക്കാനായിട്ട് സാധിച്ചാൽ അതിന് ദേ ക്യാൻ ഫോക്കസ് ഓൺ ദ ചാമ്പ്യൻസ് ലീഗ്. അവർക്ക് സ്ക്വാഡ് ഡെപ്ത് മാത്രമാണ് അവരുടെ ഒരു ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നുന്നത്. സോ അതാണ് ബൈ ഡിസംബർ അവർക്ക് ആ ലീഗ് ഒരു 10 പോയിന്റിന് മേളിൽ ഗ്യാപ്പ് ആക്കി റാപ്പപ്പ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അവർക്ക് ചാമ്പ്യൻസ് ലീഗ് ഫോക്കസ് ചെയ്യാൻ പറ്റും. അത് ഗെയിം ചേഞ്ചർ ആയിരിക്കും. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. അതുപോലെ തന്നെ ഇന്നലെ മിലാൻ ആണെങ്കിൽ ഉഡിനീസിനെ 3-0 മുമ്പിച്ച് പുളിസിച്ചിൻ്റെ ഡബിൾ ഫൊഫാനയുടെ ഗോളുമാണ് മിലാന് 3-0 വിക്ടറി നേടിക്കൊടുത്തത്. സോ ജിമിനസിൻ്റെ പെർഫോമൻസ് കുറച്ച് വറിയിങ് ആണ് മിലാൻ ഫാൻസിന്. മേ ബി അങ്കിൾ മോഡ്രിച്ച് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. റാബിയോട്ടും മറ്റും എല്ലാം സ്റ്റാർട്ട് ചെയ്തു. സലമൊക്കെ സ്കിഡലിനായിട്ട് കളിക്കുന്നുണ്ട്. ഗ്യാബിയാനാണ് പുള്ളി ഇന്നലെ ക്യാപ്റ്റനാക്കി. അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കോളായിരുന്നു. സോ ഒരു എന്നാ പറയുക 3-0 കംഫർട്ടബിൾ വിക്ടറി നേടിക്കൊണ്ട് തന്നെ മിലാൻ പോയി. സോ മിലാന് ലീഗിൽ തുടർച്ചയായ 3ാമത്തെ വിക്ടറിയാണ്. ആദ്യത്തെ മാച്ച് തോറ്റെങ്കിലും പിന്നെയുള്ള 3 മാച്ചും ജയിച്ചിട്ടുണ്ട്. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. സോ ഇതൊക്കെയാണ് ഇന്നലെ നടന്ന മാച്ചുകളും റിസൾട്ടുകളും മറ്റുമൊക്കെ. സോ നിങ്ങൾക്ക് എന്താണ് ഓവറോൾ പറയാനായിട്ടുള്ളതെന്ന് പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും.